കാസർകോട് വാറണ്ട് കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെ പ്രതി കുത്തിപ്പരിക്കേൽപ്പിച്ചു. കഞ്ചാവ് കേസിലെ പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം. കുമ്പള ബ്രബ്ബാണ സ്വദേശി അബ്ദുൾ ബാസിത്താണ് ഉദ്യോഗസ്ഥരെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, എന്താണ് സംഭവം? വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, നാർക്കോട്ടിക് സ്ക്വാഡിലെ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ പ്രജിത്ത്, രാജേഷ് എന്നിവർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഈ എക്സൈസ് കേസിലെ പ്രതിയായ, അതായത് 100 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയായ അബ്ദുൾ ബാസിദാണ് ഈ ആക്രമണം നടത്തിയത്. ഇയാൾക്കെതിരെ നേരത്തെ കേസുണ്ടായിരുന്നു. ഈ കേസിന് ശേഷം ഇയാൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ വീട്ടിലുണ്ട് എന്നുള്ള വിവരം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഇവിടെ എത്തി ഇയാളെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, എക്സൈസ് ഉദ്യോഗസ്ഥരെ ഈ പ്രതി കുത്തി പരിക്കേൽപ്പിച്ച് ഇവർ രണ്ടുപേരും ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇരുമ്പ് വടി കൊണ്ട് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ എക്സൈസ് സംഘത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം കാസർഗോഡ് ജില്ലയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഒരു മാസം മുമ്പും സമാനമായ രീതിയിൽ കാസർഗോഡ് ഇത്തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഡി ഹണ്ടിന്റെ ഭാഗമായി വ്യാപകമായ തെരച്ചിലാണ് ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുന്ന ആളുകളെയും പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ജനകീയ കൂട്ടായ്മയും രൂപപ്പെടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും 2 ഉദ്യോഗസ്ഥർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവർക്ക് കഴുത്തിനും പുറഭാഗത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആതിര. ശരി ജോസഫ്.